ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വീഡിയോയുടെ സ്പീഡ് കൂട്ടാമെന്നുള്ളതാണ്. ജസ്റ്റ് ആദ്യം ഞാൻ വീഡിയോ ജസ്റ്റ് നോർമലായിട്ട് പ്ലേ ചെയ്യും. ഈ ഒരു സ്പീഡ് വെച്ചിട്ടാണ് ഈ വീഡിയോക്ക് ഒരു വീഡിയോയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യും. അതിനുശേഷം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പീഡ് ഓർ ഡ്യൂറേഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ 100 എന്നാണ് കൊടുക്കുന്നത്. 100 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള വീഡിയോയുടെ അതേ ഡ്യൂറേഷനിലാണ് ഉണ്ടാവുക. 100 പറയാൻ 200 എന്ന് അടിച്ചു വരിക. അപ്പോൾ അതിൻ്റെ ഇരട്ടിയിലായിരിക്കും പോകുക. അതായത് 30 സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിൽ 15 സെക്കൻഡിലേക്കായി മാറിയിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നേരെ പകുതിയിലേക്ക് വീഡിയോ. ഈ ട്രെയിനിങ് വീഡിയോ കണ്ട ട്രെയിനിങ് വീഡിയോ ഇത്ര ഈ ഒരു ഇവിടെ കിടക്കുന്നത് അത് നമ്മൾ സെപ്പറേറ്റ് വലിച്ച് അറ്റാച്ച് ചെയ്യണം. അതായത് ഞാൻ ഒന്നെങ്കിൽ ഈ പോർഷൻ ഡിലീറ്റ് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് അത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അതിന് പകരം ഞാൻ ഈ ഒരു വീഡിയോ സ്പീഡ് ഡ്യൂറേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്പീഡ് ഓർ ഡ്യൂറേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. ഈ 100 പറയാൻ 200 ടൈപ്പ് ചെയ്തു. അതിനുശേഷം റിപ്പിൾ എഡിറ്റ് ഷിഫ്റ്റിംഗ് ട്രെയിലിംഗ് ക്ലിപ്സ് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ സ്പീഡ് കൂടുകയും ചെയ്യും. അതിനുശേഷം ഈ ട്രെയിലിംഗ് വീഡിയോ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പോർഷനായിട്ട് അറ്റാച്ച് ആവുകയും ചെയ്യും. ജസ്റ്റ് ഓക്കെ അടിക്കുക. അപ്പോൾ കണ്ട ഈ വീഡിയോ സ്പീഡ് കൂടുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു വീഡിയോ ഇതിൻ്റെ ട്രെയിനിങ് എൻ്റെ ആയിട്ട് അറ്റാച്ച് ആയി. ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്തു. അതിൻ്റെ സ്പീഡ് കൂടും. വീണ്ടും സ്പീഡ് കൂട്ടണമായിരിക്കും. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു. സ്പീഡ് ഓർ ഡ്യൂറേഷൻ അടിച്ചു. 200 പകരം 250 അടിച്ചിരിക്കുക. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ കണ്ട വീണ്ടും സ്പീഡ് കൂടി ഉണ്ടാവും. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. നന്നായി സ്പീഡ് കൂടി. അപ്പം എങ്ങനെയാണ് ഡ്യൂറേഷൻ സ്പീഡ് കൂട്ടും. നമുക്കൊരു വീഡിയോയുടെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ടൂളിൽ മൂന്നാമത്തെ ഓപ്ഷൻ, ആ മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം റൈറ്റ് സ്ട്രെച്ച് ടൂൾ കൊണ്ടുള്ള ഓപ്ഷൻ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഏത് വീഡിയോ ആണോ നമുക്ക് സ്പീഡ് കൂട്ടുന്നത് ആ വീഡിയോയുടെ കോർണറിൽ പോയിട്ട് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുക. എത്ര സ്പീഡ് കൂട്ടണമെങ്കിൽ ഇത്രയും ലെങ്ത് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്പീഡ് കൂടും. കേട്ടോ, ഇത്രയും ലെങ്ത് കുറയ്ക്കുക സ്പീഡ് കൂട്ടും. ഞാൻ വീഡിയോ നോക്കുമ്പോൾ നല്ല സ്പീഡായി. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലക്ട് കൺട്രോൾ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ടൂൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ വി ആണ്. വി സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഏരിയ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വീഡിയോ സ്പീഡ് കൂടിയിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് വീഡിയോ അതേപോലെ ഉണ്ടായിരിക്കും. ഈ സെക്കൻഡ് വീഡിയോ നമുക്ക് വീഡിയോ സ്പീഡ് കൂട്ടണമെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്പീഡ് ഓർ ഡ്യൂറേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ എത്രയാണോ സ്പീഡ് വേണ്ടത്. ഈ സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 100 പറയാൻ 50 കിട്ടുമായിരിക്കും. അപ്പോൾ സ്ലോ മോഷൻ ആയിരിക്കും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുക ചെയ്യുക. ജസ്റ്റ് ഓക്കെ അടിച്ച് വരിക. അപ്പോൾ കണ്ട സ്ലോ മോഷൻ പോലെ ആയിരിക്കും കുറച്ചുകൂടി. അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടാനും പറ്റും കുറയ്ക്കാനും പറ്റും. അതിനാണ് ആ ഓപ്ഷൻ യൂസ് ചെയ്യുക.